കുടുംബജീവിതത്തിൽ സമാധാനമില്ല, पारिवारिक जिंदगी में കുടുംബജീവിതത്തിൽ സന്തോഷമില്ല, पारिवारिक जिंदगी में आनंद नहीं, പരസ്പര വിശ്വാസമില്ല, एक दूसरे पे विश्वास नहीं കുടുംബ करते, പ്രാർത്ഥനയില്ല, पारिवारिक प्रार्थना नहीं है, മക്കളെ നോക്കാൻ സമയമില്ല, बच्चों को एक समय नहीं है, ഭാര്യയും ഭർത്താവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, पति पत्नी में आपस में बातचीत नहीं होती है। വൺ റൂം കിച്ചൺ ആയിരുന്നപ്പോ എല്ലാരെയും കാണാമായിരുന്നു. पहले एक रूम किचन था, सब एक दूसरे को देख पाते हैं। 5 റൂം ഉണ്ട്. आज 5 रूम है, ആരെയും തമ്മിൽ കാണുന്നില്ല. वो एक दूसरे से नहीं मिलते। പണ്ട് ഒരു വാതിലും ഒരു ജനലുമേ ഉള്ളായിരുന്നു. पहले केवल एक दरवाजा और एक खिड़की हुआ करता था। 24 ജനലുണ്ട് ഒരു വീടിന്. आज 24 खिड़कियां है घर में। ഏതുവഴി പിള്ളേർ പോകുന്നു, ഏതുവഴി ഭാര്യ പോകുന്നു ആർക്കും അറിയത്തില്ല. कहां से बच्चे जाते हैं, कहां से पत्नी आती है, किसी को पता नहीं चलता। ടെക്നോളജി വർദ്ധിച്ചതോടുകൂടി ദൈവത്തെ സകലരും മറന്നു കഴിഞ്ഞു. टेक्नोलॉजी जैसे जैसे बढ़ते गए वैसे वैसे लोग परमेश्वर को भूलते गए। നിന്നെ കർത്താവ് തൊടുന്ന ഒരു ദിവസമുണ്ട്. आप लोग छूने वाले की है परमेश्वर। അവൻ മടക്കി ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. आपसे जवाब मांगने वाले की है। നിനക്ക് ആരോഗ്യമുണ്ട്, आज आपको जवान है, ഇന്ന് നിനക്ക് ശക്തിയുണ്ട്, आज आप ताकत रखते हैं, ഇന്ന് നടന്നു പോകുവാനുള്ള കഴിവുണ്ട്. आप चलकर जाने की हिम्मत रखते हैं। ഇതെല്ലാം നിലയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. लेकिन ये सब खत्म होने वाला भी एक दिन है। ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ 10 പേര് വരാനുണ്ട്. आज एक बार आवाज देंगे तो 10 लोग आने के लिए है। പോക്കറ്റിൽ കൈയിട്ടാൽ ആയിരക്കണക്കിന് രൂപയുണ്ട്. जेब में हाथ डालो तो हजारों के कई नोट निकल जाएंगे। ഒരവസ്ഥ നിന്റെ മുൻപിൽ കടന്നു വരും. एक समय ऐसा भी आ सकता है जब शून्य हो जाएगा सारी चीजें। ശബ്ദമുള്ളവർ ആരാധിക്കുവാൻ ശബ്ദം കൊടുക്കാതിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, और जो आराधना में अपनी आवाज दे नहीं पा रहे उनसे परमेश्वर आत्मा कहता, ഉച്ചത്തിൽ സ്തുതിക്കുവാൻ നിനക്ക് ആരോഗ്യമുണ്ടായിട്ടും നീ ഉച്ചത്തിൽ ആർക്കുന്നില്ലെങ്കിൽ നിന്റെ ശബ്ദത്തെ കർത്താവ് മാറ്റിക്കളയും. आपके पास ताकत रहते हुए आप परमेश्वर की आराधना नहीं कर सकते तो आपकी ताकत आपकी आवाज को परमेश्वर निकालेगा। 100 രൂപ ദൈവത്തിന് ദശാംശം കൊടുക്കാവുന്ന നീ 10 രൂപ കൊടുത്തുള്ളെങ്കിൽ നിന്നോട് കർത്താവ് ഇടപെടുന്ന ദിവസം അടുത്തു കഴിഞ്ഞു. जहां 100 रुपए 10 वर्ष डाल सकते हैं वहां यदि आज भी आप 10 रुपए डालते हैं तो आपसे परमेश्वर इसका हिसाब करेगा। നടന്നു പൊയ്ക്കൊണ്ടിരുന്ന നിനക്ക് ഇന്ന് മാരുതിയുണ്ട്, നീ യാത്ര ചെയ്യുവാൻ മടിച്ചാൽ കർത്താവ് മാരുതിയെ തൊട്ടിരിക്കും. पहले चलते वक्त आप पैदल जा सकते थे लेकिन आज आपके पास गाड़ी है, गाड़ी रहते हुए यदि आप परमेश्वर के लिए जा नहीं सकते तो आपकी गाड़ी को परमेश्वर छुएगा। പണ്ട് ചപ്പലില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. पहले चप्पल हुआ नहीं करते थे, ഇന്ന് എത്ര ഷൂസാ നമ്മുടെ ക്ലോസറ്റിൽ ഇരിക്കുന്നത്. आज हमारे पास क्लोसेट में कितने शूज पड़े हुए हैं। പണ്ട് ഒരു ഡ്രസ്സേ ഉള്ളായിരുന്നു, ഇന്ന് എത്ര ഡ്രസ് ഉണ്ട്. पहले एक ड्रेस था, आज कितने ही ड्रेस हमारे पास है। പണ്ട് ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളായിരുന്നു, ഇന്ന് എത്ര അപ്പാർട്ട്മെന്റ് ഉണ്ട്. पहले एक अपार्टमेंट था, आज कितने अपार्टमेंट है। പണ്ട് ബസ് സ്റ്റോപ്പിൽ എത്ര നാൾ നിന്നു, ഇന്ന് എത്ര വണ്ടിയുണ്ട്. पहले कितने दिन हम बस स्टॉप में खड़े कर रहते थे, आज कितनी गाड़ियां हमारे पास है। ഇതെല്ലാം ഓർത്ത് സ്തുതിച്ചോണോ എന്ന് പറയാൻ ये सब याद कर हम प्रभु का धन्यवाद करें, प्रभु की महिमा करें, उसने हमें यहाँ तक चलाया। ഞാൻ ഇതിനൊന്നിനും എതിരല്ല. പ്രൈസ് ദി ലോർഡ്. मैं इनके किसी के विरोधी नहीं हूँ, എന്ത് തിന്നും എന്തെടുക്കും നീ ഞാൻ വ്യാകുലപ്പെട്ടവനാണ്. क्योंकि एक समय ऐसा था कि मैं क्या खाऊंगा क्या पहनूंगा ये मुझे नहीं मालूम था। കർത്താവ് നൽകി തന്നത് ഓരോന്ന് ഓർക്കുമ്പോൾ ഹൃദയം കരയുകയാണ്. प्रभु ने जो कुछ दिया उसको याद करता हूँ तो हृदय टूट जाता है। നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ണുകൾ നിറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. अच्छे अच्छे भोजन खाते वक्त आंखें भर आती है। നല്ല ആൾക്കാരുടെ കൂടെ സവാരി ചെയ്യുമ്പോൾ ഹൃദയം തകരുകയാണ്. बड़े लोगों के साथ जब मैं घूमता हूँ तो हृदय टूट जाता है। നമ്മൾക്ക് ഈ സാധുക്കള് തെരുവിൽ ഭക്ഷണം പറക്കുന്ന അല്ലെങ്കിൽ കച്ചറ ട്രാഷിൽ നിന്ന് ഭക്ഷണം സംഭരിക്കുന്നവരും നമ്മുടെ തമ്മിൽ എന്നാ വ്യത്യാസം. आप जरा सोचिए, ट्रैश से कचरे निकालने वाले जो लोग हैं उनके और हमारे में फर्क क्या है। അതും കർത്താവിന്റെ സൃഷ്ടിയല്ലേ. वो भी तो परमेश्वर की सृष्टि है, നമ്മളെ പോലെ മനുഷ്യരല്ലേ. हमारे समानी मनुष्य है। വ്യത്യാസം ഒന്ന് മാത്രം, केवल एक फर्क है, കർത്താവിനെ ഉയർത്തിയവരെ അവൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. परमेश्वर ने उठाया उनको परमेश्वर उठा रहा है। യേശുവിനെ പാടിയതുകൊണ്ട് അവൻ എന്നെ ഉയർത്തിയതാണ്. यीशु की गुणगान मैंने किया, प्रभु ने मुझे यहाँ तक उठाया। അല്ലെങ്കിൽ ഇവിടെ ഒന്നും വരാൻ യാതൊരു യോഗ്യതയുമില്ല. मैं तो यहाँ आने की कोई योग्यता मेरे अंदर नहीं അനേക है। ഇടങ്ങളിൽ അവൻ എന്നെ അയക്കുന്നത് അവനെ ഉയർത്തുന്നത് കൊണ്ടെന്ന് മാത്രം. वो कई जगह मुझे भेज रहा है इसलिए कि उसको ऊंचा मैं कर रहा हूँ। താമസ സൗകര്യം ഇല്ലെന്നും പറഞ്ഞ് ഇപ്പൊ ചൊവ്വായിലോട്ട് വിട്ടിരിക്കുകയാണ്. ഇവരാരും ചൊവ്വാകത്തില്ലെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. और यहाँ बोलो बोलो जल्दी बोलो. मलयालम में बोल नहीं सकते. अच्छा, मलयालम में बोल नहीं सकते. चौवा എന്ന് പറഞ്ഞാൽ അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ചൊവ്വ हाँ मार्स. മാർസിന്റെ ഹിന്ദി എന്തോ? ये प्लेनेट की बात कर रहे हैं, मेरे वाला कौन सा जगह की नाम की बात कर रहे हैं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ താമസ സൗകര്യം ടൈറ്റ് ആയതുകൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് पृथ्वी में आप लोगों को रहने की जगह नहीं है, इसलिए यहाँ से उठाकर अगले ग्रहों में लेके जा रहे हैं और वहां पर भी जाएंगे तो भी हमें कभी चैन नहीं मिलेगा। ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, വാനഗോളത്തിൽ പോയി നീ വാസമൊരുക്കിയാലും മൃത്യു നിന്നെ തേടി അവിടെ भूमंडल के किसी कोने में भी जाकर तू अपने लिए वासस्थान बना ले, मृत्यु की आंखों में
നിന്നെ മൃത്യു തേടി വരും. दुनिया के किसी ग्रह में भी जाकर यदि आप अपने लिए बड़ा किला बना दे, लेकिन मृत्यु वहां पर भी आपका पीछा करेगी. പാവപ്പെട്ടവരോട് കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആ സേവിങ് വർദ്ധിക്കുമെന്ന് ഓർത്തോളണം. जब हम महिमा करते हैं, आराधना करते हैं, हमारी सेविंग बढ़ते जा रहा है. ഒരു വാക്യം നമുക്ക് വായിക്കാം. एक वचन पढ़ेंगे. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ यूहन्ना का सुसमाचार 5वां अध्याय അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. उसका 8वीं आयत. എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതൂടെ വായിക്കാം. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവരോട് ഇത് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണിത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കുടുംബ സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ വിശ്വാസമില്ല, മക്കളും പേരൻസും തമ്മിൽ കണക്ഷൻ ഇല്ല. ഈ കുഞ്ഞുങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഓടി വന്നു. അമേരിക്കയിലുള്ള കുഞ്ഞുങ്ങളെ ചെന്ന് വിളിച്ചാൽ അവർ ലേറ്റായിട്ടാണ് കിടക്കുന്നത്, ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ കറക്റ്റ് പോയിരിക്കും. സാറ്റർഡേ സൺഡേ മീറ്റിംഗ് ഉള്ളപ്പോഴേ അവർ ലേറ്റായിട്ട് എഴുന്നേൽക്കും. ഞാൻ കേട്ടിട്ടുണ്ട്, നാട്ടിൽ 2-3 മാസം നിന്ന ഒരു മലയാളി പയ്യൻ മലയാളം പഠിച്ചിട്ട് അവിടെ അമേരിക്കയിൽ വന്നതാണ്. केरल में 2-3 महीना रुककर मलयालम सीखकर अमेरिका वापस आए एक जवान. അവരോട് ഞായറാഴ്ച രാവിലെ മോനെ എഴുന്നേറ്റ് സഭായോഗത്തിന് പോകേണ്ട സമയമായെന്നും പറഞ്ഞ് മമ്മി എന്ന് ആ റൂമിന്റെ വാതിൽക്ക് നോക്കിയിരുന്നു. और बेटे को सुबह सुबह जाके उठाया और घर वो रूस के रूम के बाहर के दरवाजे को वो खटखटाती रही. उसकी माता ने कहा कि बेटे जल्दी से उठ जाओ. ആ ബെഡ്റൂമിനകത്തുനിന്ന് മമ്മിയോട് അവൻ പറയുകയാണ്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന്. बेडरूम के अंदर से वो बुला के वो लड़का कहता है कि अभी तक मेरा समय नहीं आया. അവിടുത്തെ പിള്ളേരെ നല്ലതായിട്ട് ട്രാൻസ്ലേറ്റും ചെയ്യും. वहाँ के बच्चे बहुत अच्छे ट्रांसलेट ഇവരെ പോലുള്ളവർ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഈ പിള്ളേരെ പിടിക്കുന്നത്. और हम लोग जब वहाँ पर हमारे से लोग वहाँ पहुँचते हैं तो वो इन बच्चों को पकड़ते हैं. അപ്പൊ അവിടുത്തെ മലയാളി കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് ആണല്ലോ കൂടുതൽ അറിയുന്നത്. मलयाली बच्चे तो वहाँ इंग्लिश ज्यादा वो अच्छे. പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആത്മാവിന്റെ അച്ചാരം എന്ന് പറഞ്ഞു. ആത്മാവിന്റെ അച്ചാരം. एक पास्टर प्रचार करता हो कहता है कि आत्मा की मोहर. അവനപ്പോ ആകെ കേട്ട അച്ചാറെന്ന് അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ പിക്കിള്. ഇവിടെ ഇരിക്കുന്നവരെങ്ങനെ മനസ്സിലാക്കുന്നത്? എനിക്ക് സമയം തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, അവിടുത്തെ പിള്ളേരും ഇവിടുത്തെ പിള്ളേരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായി. ചിലരുടെ നാഴിക വന്നിട്ടില്ല, എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്ന കണ്ടപ്പോൾ സമാധാനമില്ലാത്ത കുടുംബജീവിതത്തെ കുറിച്ച് ഒരു ഉദാഹരണം എനിക്ക് പറയുവാനുണ്ട്. जो परिवार में शांति नहीं है, उनके पारिवारिक जिंदगी के बारे में एक बात बताना चाहूंगा. ഫ്യൂണറൽ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരിടത്ത്. एक जगह मरने के पश्चात की सेवकाई चल रही है. എല്ലാവരും ആ ഭാര്യയെ കുറിച്ച്, ആ സഹോദരി മരിച്ചു പോയതിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. सब लोग वहाँ पर एक जो स्त्री गुजर गई थी उसके बारे में बहुत अच्छी बातें कहते हैं. ഭാര്യ ഭർത്താവ് എഴുന്നേറ്റ് ഉള്ളേക്ക് ഒടുവില് അവരോട് വന്നിരുന്ന ഓഡിയൻസിനോട് ഇവളെ കുറിച്ചുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. और पति भी उठ के आया और अपने पत्नी के बारे में ऑडियंस के सामने बहुत कुछ बोला. ഈ സഹോദരി മരിച്ചത് പശുവിനെ കറന്നുകൊണ്ടിരുന്നപ്പോൾ പശു ഇവരെ നെഞ്ചത്ത് തൊഴിച്ചു. അങ്ങനെയാണ് ഈ സഹോദരി മരിച്ചത്. और ये जो स्त्री जो यहाँ गुजर गई थी, वो एक गाय के दूध निकालते वक्त गाय ने उसे लात मारा और वो छाती पे लात लगा, उसके कारण से वो मरी. നിങ്ങൾ കേട്ടിട്ടുള്ള ഉദാഹരണമായിരിക്കും, കേൾക്കാത്തവർക്കായി ഞാൻ പറയുന്നു. आपने शायद सुने होगा, नहीं सुने वालों के लिए भी कह रहा हूं. അപ്പൊ ഇദ്ദേഹം ഈ ഭർത്താവ് ഇരുന്ന് കഴിഞ്ഞപ്പോ പുറകെ കൂടെ ഒരു പാസ്റ്റർ എന്ന് ഇദ്ദേഹത്തെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. और ये जब पति बैठ गया तो पीछे से एक पादरी आया, उसको गले लगाकर उसे एक चूमा देकर बिठा दिया. പിന്നെ അദ്ദേഹത്തിന്റെ ചെവിയിലോട്ട് പോയി ചോദിച്ചു, എന്ത് വിലയാണെന്നോ പശുവിനെ എനിക്ക് വേണം, ഞാൻ എടുത്തോളാം. उसके बाद वो पास्टर ने उसके कान में आके बोला कि भाई साहब, वो गाय की कीमत कितना भी क्यों ना हो,